പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന, എനിക്ക് ജന്മം തന്നിട്ടില്ലെന്നേ ഉള്ളൂ, എന്നാൽ ഞാൻ എൻ്റെ മാതാവിനെ പോലെ സ്നേഹിക്കുന്ന ഒരു ഉമ്മയുടെ അടുത്തേക്കാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലൊക്കെ 3 മില്യൺസിൽ അധികം ആളുകൾ കണ്ട ഒരു വീഡിയോ ആണ് കുട്ടുമ്മ കുട്ടുമ്മ എന്ന പാട്ട് പാടിയ ഞങ്ങളുടെ ഉമ്മ. ആ ഉമ്മ അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ചെറിയ പാട്ടുകൾ പാടി, അല്ലെങ്കിൽ ചെറിയ വീഡിയോസൊക്കെ ചെയ്ത്, പാചകങ്ങളൊക്കെ ചെയ്ത വീഡിയോ ഒക്കെയുമായിട്ട് അവർ വന്നു. ഒരിക്കലും ആ സോഷ്യൽ മീഡിയയിൽ നിന്ന് പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ല ആ ഉമ്മ വന്നത്. അവരുടെ ഒരു സന്തോഷം, അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ ഉമ്മയെ ഇങ്ങനെ തെറി വിളിക്കേണ്ട ആവശ്യം? ഈ തെറി വിളിക്കുന്നവരോടായി എനിക്കൊരു ചോദ്യം: നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾക്ക് സ്വന്തം ഐഡിയിൽ നിന്നും, ഫേക്ക് ഐഡിയിൽ നിന്നല്ലാതെ സ്വന്തം ഐഡിയിൽ നിന്ന് ഈ ഉമ്മയെ തെറി വിളിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അങ്ങനെ തെറി വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സൈബർ ഇടങ്ങളിൽ ഞങ്ങൾ പരാതി കൊടുക്കാൻ തയ്യാറാണ്. ഞങ്ങൾ ഇതിനെപ്പറ്റി പരിശോധിച്ചപ്പോൾ എല്ലാം ഫേക്ക് ഐഡിയ ആണ്. പ്രിയപ്പെട്ട ഉമ്മയെ നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രിയപ്പെട്ട ഞങ്ങളുടെ ലൈല അമ്മ, എന്താണ് അമ്മ വിശേഷം? സുഖം. അപ്പൊ ഉമ്മയെ പറ്റി പറയുമ്പോൾ ഒറ്റ കാര്യം കൂടെ പറയാം. തൽക്കാല ദുനിയാവ് കണ്ടു നീ മയങ്ങാതെ, എപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ. തൽക്കാല ദുനിയാവ് കണ്ടു നീ മയങ്ങാതെ, എപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ. ഈ ഉമ്മയുടെ ഒരു സഹോദരൻ മരണപ്പെട്ടു കഴിഞ്ഞ ദിവസം. അപ്പോൾ ഉമ്മ ഞങ്ങളുടെ ഇസ്ലാം നിയമം അനുസരിച്ച് ആ മരിച്ചുപോയ വ്യക്തിക്ക് വേണ്ടി ദിക്ർ ചൊല്ലി, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു. അതിൻ്റെ അടിയിൽ പോലും വന്ന് ഈ അമ്മവങ്ങന്മാരെ തിരിച്ചറിയാത്ത രീതിയിൽ മോശം അശ്ലീല വാക്കുകൾ കമൻ്റ് ചെയ്യുന്നവരോടായി ഒറ്റ അഭ്യർത്ഥന: സഹായിക്കണ്ട, ഉപദ്രവിക്കരുത് പ്ലീസ്. ഇതൊരു അഭ്യർത്ഥനയാണ്, ഇതൊരു അപേക്ഷയാണ്, ഒരു മകൻ്റെ രോദനമാണ്, ഒരു സഹോദരൻ്റെ രോദനമാണ്. ഒത്തിരി വിഷമം. അച്ഛനും അമ്മയെ നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. എല്ലാവരുടെയും കൈകൂപ്പി അഭ്യർത്ഥിക്കുകയാണ്. ശരിയല്ല അമ്മ ഞാൻ പറഞ്ഞത്? ശരിയാണ് പറയുന്നത്. അമ്മക്ക് എന്ത് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ തെറി വിളിക്കുന്നവരോട് അമ്മക്ക് എന്താ പറയാ? ഞാൻ എന്തോ പറയാനാ? നമ്മൾ ഇത്ര പറഞ്ഞിട്ട് കാര്യമില്ല. പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളെന്തോ പറയാനാ? പിന്നെ സൈ കെട്ടിട്ട് എൻ്റെ ആങ്ങളുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ അത്രയും ഞാൻ സംസാരിച്ചത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ട് അത് ഓരോരുത്തരുടെ ഇത് മാറ്റത്തില്ലല്ലോ. ഈ അമ്മായിക്ക് ഞങ്ങളുടെ ബഷീറത്ത ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി ദുആ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, ആമീൻ. 3 ആമ്പിള്ളേരുണ്ട്, ഭാര്യയുണ്ട്, കൊച്ചുമക്കളുണ്ട്, എല്ലാം ഉള്ളവരാണ്. ഈ അമ്മ പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ല. ദയവായി സോഷ്യൽ മീഡിയയിലൂടെ ഈ അമ്മയെ ആക്രമിക്കരുത് എന്ന് വളരെ കൈകൂപ്പി ഞാൻ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഒത്തിരി സന്തോഷത്തോടെ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും. താങ്ക് യു വെരി മച്ച്. ഓക്കെ മക്കളെ, നിർത്തുന്നു.